Dear students, good morning. കുട്ടികൾ നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു. അതിൽ ഫോട്ടോസിന്തസിസിന്റെ കംപ്ലീറ്റ് ആസ്പെക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം നമ്മൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു പറഞ്ഞത്. ഇനി നമുക്ക് വളരെ ചെറിയ കുറച്ച് ടോപ്പിക്കാണ് പറയാനുള്ളത്. ഒന്ന്, ഫോട്ടോസിന്തസിസും റെസ്പിറേഷൻ തമ്മിലുള്ള റിലേഷൻ എന്താണ്, എന്താണ് കീമോസിന്തസിസ്, എന്താണ് ട്രാൻസ്പോർട്ട് ഓഫ് ഫ്ലോ, എങ്ങനെയാണ് ഒരു ഈ ലീഫിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പ്ലാന്റിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അതേപോലെ തന്നെ നൈട്രജൻ മെറ്റബോളിസം. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തായാലും ഈ ആഴ്ചയോടുകൂടി നമ്മുടെ മുഴുവൻ ടോപ്പിക്കുകളും നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യപ്പെടും. എന്താണ് ഫോട്ടോസിന്തസിസും റെസ്പിറേഷൻ തമ്മിലുള്ള വ്യത്യാസം? See, this is actually the site of photosynthesis. That is what is called chloroplast, where we can see the starch has been synthesized. Then you can see the light energy is essential for the process of the photosynthesis. Whereas we can see the mitochondria, this mitochondria is mainly involving for the production of ATP by splitting this starch or glucose into different powerful ATP molecule. അപ്പോൾ ഇതാണ് നോർമലി സംഭവിക്കുന്നത് ആണല്ലോ. ഫോട്ടോസിന്തസിസ് either C3 cycle or C2 cycle or C4 cycle വഴി ഫോട്ടോസിന്തസിസ് സ്റ്റാർച്ചിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അത് സ്റ്റാർച്ച് ആണ്. ആ സ്റ്റാർച്ച് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിലെ പോളിസാക്കറൈഡ് ആണ്. ആ പോളിസാക്കറൈഡ് ആയിട്ടുള്ള സ്റ്റാർച്ചിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂള് ഗ്ലൈക്കോളിസിന് വിധേയമാവുന്നു. ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ട് ക്രബ് സൈക്കിളിലേക്ക് പോകുന്നു. ക്രബ് സൈക്കിളിൽ നിന്ന് ATP ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ATP പ്ലാന്റിന്റെയും അതേപോലെ തന്നെ സെല്ലുകളുടെയും പ്ലാന്റിന്റെ സെല്ലിന്റെ വളരെ പ്രധാനപ്പെട്ട മെറ്റബോളിക് ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ദിസ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. സ്റ്റാർച്ച് കുറെ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ടല്ല സെല്ല് ATP ഉണ്ടാക്കുന്നത്. ദിസ് ഇസ് എ ചെയിൻ ഓഫ് പ്രോസസ് ദാറ്റ് ഹാപ്പനിങ് വിത്തിൻ ദ സെൽ ഇൻ ഓൾ ടൈം. See, this is the light. Light energy is transported into chemical energy by the process called light reaction. Then you can see the chloroplast. Photosynthesis may occur this particular place. Then sugar has been produced. Then sugar, then ATP. Then cellular respiration. As a result of cellular respiration, carbon dioxide and water is released. This too is again utilized in the plant. So this is a നമ്മൾ പറയാറില്ല, ഒരു കുടുംബശ്രീ ബന്ധം പോലെ ഒരു ക്രയവിക്രയ പ്രോസസ്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഉദാത്ത മാതൃകകളാണ് ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺട്രിയയും തമ്മിൽ നടത്തുന്നത്. ഇപ്പോഴാണ് നമ്മൾ ഈ ബാർട്ടർ സംവിധാനം എന്നൊക്കെ പറയും. ഒരു സാധനം കൊടുത്ത് വേറൊരു സാധനം വാങ്ങാന്ന് പറയും, അല്ലെ ഇപ്പൊ പുതിയ കാലത്ത് നമ്മൾ കുടുംബശ്രീ എന്നൊക്കെ പറയും, അല്ലെ. ഇതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു ബന്ധം ഇവര് തമ്മിലുണ്ട്. സോ ദിസ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് വേർ വി ക്യാൻ ഗെറ്റ് ബോത്ത് സ്റ്റാർച്ച് ആൻഡ് ATP. See, what are the important events that taking place during the time of photosynthesis and respiration? See, where photosynthesis take place in chloroplast, respiration take place in mitochondria. Then photosynthesis is happening in the presence of light, respiration is taking place at the time. Then input, carbon dioxide and water is an input, and respiration, the input is glucose and oxygen. Then what are the important output? Glucose and oxygen are the output, whereas respiration, carbon dioxide and water are the output. Energy sources, light, and respiration is chemical bond method. Energy result, energy stored, and here energy released. ഇവിടെ എനർജി സ്റ്റോർ ചെയ്യുന്നു, പക്ഷെ ഇവിടെ എനർജി റിലീസ് ചെയ്യുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം വളരെ കൃത്യമായി കൊണ്ട് സെല്ലുലാർ റെസ്പിറേഷനിലും അതേപോലെ ഫോട്ടോസിന്തസിസിലും പ്ലാന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ 2 important cell organelle called chloroplast and mitochondria. See, this is actually the process that taking place in the photosynthesis and respiration that we know. Photosynthesis, chloroplast in eukaryote consumes carbon dioxide plus water, produces sugar plus oxygen. It is an anabolic process. Reduction of carbon dioxide to sugar require light to photopigment. All these are the important events that I am not going to discuss in detail. That all are discussed in the previous classes. So please go through all these classes and you can sum up the information regarding the photosynthesis. See, at the same time, respiration, mitochondria in eukaryote. This is chloroplast in eukaryote, whereas respiration, it is in mitochondria in eukaryote. Consumes CHO plus O2, produces ATP plus carbon dioxide, catabolic oxidation of sugar to carbon dioxide, require carbohydrates. All living organism, oxidative phosphorylation, substrate level phosphorylation, overall production of ATP,
glycolysis and citric acid cycle, anaerobic and aerobic process are all taking place during the time of respiration. So photosynthesis is highly significant as far as the energy synthesis is concerned, whereas respiration is another important event which are releasing the energy by the process called glycolysis, Krebs cycle, and electron transport chain. ATP is generated phosphorylation, electron transport chain, chemoosmosis, ATP synthase, electron carriers, redox reactions, enzyme, membrane, water. All these are the most important part, or all these are the most important event that taking place during the time of photosynthesis and respiration. Then what are the important differences between cellular respiration and photosynthesis? See, the most important differences, it is occurs in all living organism, but here occurs only in phototrophs. ഇത് ആകെ നടക്കുന്നത് phototropsൽ മാത്രമാണ്. Then the entire process occurs in mitochondria. The entire process occurs in chloroplast. Glucose and oxygen are the reactants of this process. Carbon dioxide, water and light energy are the reactants of this process. Carbon dioxide, water and energy, ATP, are the byproducts. Glucose, oxygen and water are the byproducts here. Undergoes catabolic process, undergoes anabolic process. Oxygen is taken in and carbon dioxide is liberated out, producing food and capturing energy. In this process, food particles are broken down to release energy. In this process, food is synthesized by capturing energy. It is an exergonic reaction as energy is released. It is an endothermic reaction as it requires energy. This process does not require sunlight since cellular respiration occurs all the time. This process requires sunlight since photosynthesis occurs only in the presence of sunlight. See, only this is an information regarding your examination. പരീക്ഷയ്ക്ക് ചോദിക്കാം, what are the important differences between cellular respiration and photosynthesis? Remember, this is the most significant topic as far as your examന് നിർബന്ധമായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. So remember these points and should take down in your exam. See, this is actually the process, photosynthesis, and you can see the respiration. ചെടികൾ ഇങ്ങനെയുള്ള വലിയ മരങ്ങളിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ഉപയോഗിക്കുന്നു. അതേസമയം ഇതേ മൃഗങ്ങളിൽ നിന്ന് തന്നെ ഈ പറയുന്ന ചെടിക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുകയും ചെയ്യുന്നു. This is the most symbolic representation of the photosynthesis and respiration. See, plants release oxygen, which is a byproduct of photosynthesis, and we breathe in oxygen so that our cells can carry out cellular respiration and generate ATP. Respiration and photosynthesis are biological reaction in the environment and complement each other. ഇത് രണ്ടും പരസ്പരം പൂരകങ്ങളാണ്. Both are similar reaction that occur in a specific manner. Photosynthesis cannot occur without cellular respiration, and cellular respiration certainly cannot occur without photosynthesis. Photosynthesis and cellular respiration are in many respects the reserves of one another. Photosynthesis is an anabolic process, whereas cellular respiration is a catabolic process. Let's explore more differences between cellular respiration and photosynthesis within the few slides. In this process of respiration, oxygen and glucose yield water and carbon dioxide, while carbon dioxide and water yield glucose and oxygen during the process of photosynthesis. Both cellular respiration and photosynthesis are a part of a mutually benefited relationship. So this is the most important information as far as your examination is concerned. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ് ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. സോ റിമെമ്പർ ദ 3 മാർക്സ് ക്വസ്റ്റ്യൻ കണ്ടന്റ് വിത്ത് ദ അബവ് സ്ലൈഡ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് കീമോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നമുക്കറിയാം, ലൈറ്റ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഫോട്ടോസിന്തസിസ് എങ്കിൽ കീമോസിന്തസിസ് എന്ന് പറയുന്നത്, കീമോസിന്തസിസ് ഈസ് യൂസ്ഡ് വെൻ സൺലൈറ്റ് ഈസ് നോട്ട് അവൈലബിൾ. സൂര്യപ്രകാശം ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് ചെടികൾ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത്? ആ പ്രക്രിയയുടെ പേരാണ് കേട്ടോ കീമോസിന്തസിസ്. വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് കീമോസിന്തസിസ്? During the chemosynthesis, organism use inorganic substances in place of sunlight to make sugar and oxygen. During chemosynthesis, organism uses inorganic substance. That is very important.
What is the equation for chemosynthesis? Inorganic substances plus water plus carbon dioxide. This is the most important equation of chemosynthesis. Some animal do not need sunlight and photosynthesis as a source of energy. ചില ആൾക്കാർക്ക് ഇത് തീരെ വേണ്ടെന്ന് അങ്ങ് പറയാണ്. ഞങ്ങൾക്ക് നിങ്ങൾ എനർജി ഒന്നും വേണ്ട കേട്ടോ, ഞങ്ങൾക്ക് വേറൊരു സോഴ്സ് ഉണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സാണ് കീമോസിന്തസിസ്. കീമോസിന്തസിസ് പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം യൂസ് chemical energy to make their food. Example, deep ocean hydrothermal vents. വളരെ ഓഷ്യനിൽ അല്ലെങ്കിൽ ഡീപ്പായിട്ട് വളരുന്ന ചില ഹൈഡ്രോതെർമൽ സ്ഥലങ്ങളിൽ വളരുന്ന ഓർഗാനിസംസ് ഒക്കെ ഇത്തരത്തിലുള്ള എനർജിയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. Some producers make energy rich molecule through a process called chemosynthesis. Some producers itself, ചില പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ പ്ലാന്റ് ഒരു പ്രൊഡ്യൂസർ ആണ്, ബാക്ടീരിയ ചില സമയത്ത് ബാക്ടീരിയ പലപ്പോഴും കീമോസിന്തറ്റിക് ബാക്ടീരിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകളും ഈ പ്രോസസ്സ് ഫോളോ ചെയ്യാറുണ്ട്. These organisms are found near volcanic vents in the ocean floor. Inorganic molecules in the water provide the energy source for chemosynthesis. പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഇതിന്റെ എനർജി സോഴ്സ് ആയിട്ട് കൊടുക്കാറുള്ളത്. Then what are the important differences between photosynthesis and chemosynthesis? എന്തൊക്കെയാണ് ഫോട്ടോസിന്തസിന്റെയും കീമോസിന്തസിന്റെയും പ്രധാനപ്പെട്ട ഡിഫറൻസ്? നമുക്കറിയാം, photosynthesis, the process in which plant use light energy to combine with carbon dioxide with water. Whereas chemosynthesis, the process in which bacteria derive energy from the oxidation of inorganic compounds such as hydrogen sulfide. That is very important. നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ should remember this point. എന്താണ് chemosynthesis? The process which bacteria, ഞാൻ പറഞ്ഞു already, some bacteria, especially the chemosynthetic bacteria, they synthesize their own food by process called chemosynthesis. The process in which bacteria derive energy from the oxidation of inorganic compound such as hydrogen sulfide. This is an equation, that is C6 carbon dioxide plus 6 H2O. This is a most popular photosynthetic equation, whereas this is 6 carbon dioxide plus 6 H2O plus 3 H2S give rise to C6H12O6 plus 3S. Occurs only in green plants or chlorophyllated organism. Occurs only in chemosynthetic bacteria. It releases oxygen as a byproduct, but in chemosynthesis, sulfur compounds are generated as byproduct. Atmospheric temperature, amount and intensity of sunlight falling on the leaves and carbon dioxide concentration influence the rate of photosynthesis. ഫോട്ടോസിന്തസിന്റെ റേറ്റ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരൊക്കെയാണ് കുട്ടികളെ? സൺലൈറ്റ് ആണ്, കാർബൺ ഡയോക്സൈഡ് ആണ്, അതേപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടും ഈ പറയുന്ന ഫോട്ടോസിന്തസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ കീമോസിന്തസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ദ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ സൾഫൈഡ് seeping in from the hydrothermal vents determine the rate of chemosynthesis. This is very important aspects as far as your examination objective type question also concerned. അപ്പോൾ എന്താണ് കീമോസിന്തസിസ്, എന്താണ് റെസ്പിറേഷൻ, എന്താണ് ഫോട്ടോസിന്തസിസ് എന്നത് വളരെ നട്ട്ഷെല്ലിൽ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ റിമെമ്പർ, chemosynthesis is an important process of certain organism. They always depend this chemical energy for the production of the particular energy compound. So remember, photosynthesis and respiration and chemosynthesis are very significant process of plants and animal as far as their energy source is concerned. അപ്പോൾ നമ്മളിപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഫോട്ടോസിന്തസിസ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഫോട്ടോസിന്തസിസും റെസ്പിറേഷൻ നമ്മൾ ഡിഫറൻസ് പറഞ്ഞു. കീമോസിന്തസിസ് എന്താണ് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ അതിന്റെ ഡിഫറൻസും പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത്, ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് വഴിയും കീമോസിന്തസിസ് ഒക്കെ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡുകൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ഇതിന്റെ നോട്ട് അടക്കം എഴുതി വെക്കണം കുട്ടികളെ. താങ്ക് യു.